കുഞ്ഞ് ഇതൊന്ന് ശരിയാക്കി തരാവോ? നിങ്ങൾ പറഞ്ഞ ഉടനെ അങ്ങ് ശരിയാക്കി തരാൻ പറ്റുമോ? ഈ സിസ്റ്റമൊക്കെ ഒന്ന് ഓണായി വരട്ട്. ഒറ്റയ്ക്കേ ഉള്ളായിരുന്നാ? വൈഫിനെ കണ്ടില്ലല്ലേ? വൈഫിനെ വേറൊരു കല്യാണത്തിന് പറഞ്ഞു. ആ, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് പോയില്ലേ? ലൈറ്റ് കത്തി കിടക്കുകയാണല്ലോ, ഇതൊന്ന് ശരിയാക്കി താ. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? മോളെ, എന്റെ പെൻഷന്റെ കാര്യത്തിനാ. ഇതിനകത്ത് വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിനകത്ത് വയസ്സ് തെളിയുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന്. വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നപ്പോ മോള് പറഞ്ഞു ഇത്രയും മതിയെന്ന്. ഞാനോ? നിങ്ങളോടോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ വരുന്നവരെല്ലാം ഓർത്തോണ്ടിരിക്കാൻ പോവല്ലേ? ഒന്നും അറിയാതെ ഏതെങ്കിലുമൊക്കെ എടുത്തോണ്ടി വന്നോളും. നിങ്ങളൊന്ന് പോയേ, അടുത്ത ആള് വാ. മോളെ, ഇനി വരുമ്പോ എന്തൊക്കെയാ വേണ്ടെന്നൊന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി തരാം. ആ, പിന്നെ എനിക്കതല്ലേ ജോലി. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ കുഞ്ഞ്. ഇനി വരുമ്പോ എന്തെങ്കിലും കുറഞ്ഞു പോയാ തിരിഞ്ഞു നടക്കാൻ വയ്യ. എനിക്കിപ്പോ സമയമില്ല, നിങ്ങളൊന്ന് പോയേ. അവർക്കിപ്പോ സമയമില്ലെന്ന് പറഞ്ഞില്ലയോ? പോയിട്ട് പിന്നെ വാ. പറഞ്ഞാലും മനസ്സിലാവാത്ത കുറെ എണ്ണെങ്കിൽ വന്നോളും. രാവിലെ മനുഷ്യന്റെ മൂട് കളയാൻ. അടുത്ത ആള് വാ. പോവാൻ വരട്ടെ. ഈ അക്ഷയ സെന്റർ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, എന്തിനാണ് ഈ സ്ഥാപനം? ഹലോ, അതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങളങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാ നിങ്ങൾ പറയൂ, എന്തിനാണ് അക്ഷയ സെന്റർ? ഇവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നു പോകാനാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ വരുന്നവരെല്ലാം ഈ സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത സാധാരണക്കാരാണ്. അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും. അതെല്ലാം തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് ബന്ധപ്പെട്ട പേപ്പറൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ, വേണ്ട, നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വളരെ സമാധാനത്തോടെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതിനും കൂടിയാണ് ഈ സെന്റർ, അല്ലേ? അല്ലാതെ സാധാരണക്കാരന്റെ മേൽ കുതിര കയറാനുള്ളതല്ല. ഒരു ഉപദേശിക്കൊന്നിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട പെരുമാറ്റം ഉണ്ടല്ലോ, അതിന് ഈ സ്ഥാപനത്തിനെതിരെ പഞ്ചായത്തിലോ അക്ഷയ ഡയറക്ടറേറ്റിലോ ഒരു രജിസ്റ്റേർഡ് പരാതി കൊടുത്താൽ അവിടെ തീരും നിങ്ങളുടെയൊക്കെ അഹങ്കാരം. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലേ? എന്നാ ഈ പാവം മനുഷ്യൻ അതിന് വേണ്ട എന്തൊക്കെയാണെന്നൊരു പേപ്പറിൽ എഴുതി കൊടു. എല്ലാ അക്ഷയ സെന്ററിനെയും കുറ്റം പറയുന്നതല്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും വളരെ മാന്യമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരുള്ള അക്ഷയ സെന്ററുകളും ഇവിടെ ഉണ്ട്. നേരത്തെ നിങ്ങൾ തമ്മിൽ ചിരിക്കുകയും സന്തോഷത്തോടെ വർത്താനം പറയുകയൊക്കെ ചെയ്തില്ലേ? ആ സന്തോഷം ഈ വരുന്നവരോടും കാണിച്ചാൽ മതി. ബഹുമാനം കൊടുത്താലേ ബഹുമാനം നമുക്ക് കിട്ടൂ.